വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് എക്സ്പെൻസിന്റെ ക്രൂഡ് ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ ക്രൂഡ് ഓപ്പറേഷൻ നമുക്ക് എന്തൊക്കെയായിരുന്നു വേണ്ടത്? റൗട്ട് വേണം. റൗട്ടിന്ന് റിക്വസ്റ്റ് കൺട്രോളറിലേക്ക് പോകും. കൺട്രോളറിന് സർവീസിലേക്ക് പോകും. പിന്നെ ഇതിൽ എവിടെയെങ്കിലും വാലിഡേഷൻ ഉണ്ടാവും. പിന്നെ സർവീസിൽ നിന്ന് മോഡലിനെ വിളിക്കും. മോഡൽ ഡാറ്റാബേസിനെ വിളിക്കും. എന്നിട്ട് തിരിച്ച് അതേപോലെ റിട്ടേൺ കൊടുക്കും. അതാണല്ലോ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ UI പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ പഗ് ടെംപ്ലേറ്റിൽ കൺട്രോളറിന് പഗ് ടെംപ്ലേറ്റിലേക്ക് കൊടുക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെൻസ് ആണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ എക്സ്പെൻസിന് ആദ്യം വേണ്ടത് എന്താണ്? നമ്മൾ കോഡിങ് തുടങ്ങുമ്പോൾ ബാക്ക് നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് ലാസ്റ്റ് എത്തുന്ന സ്ഥലം എവിടെയാണ്? ഡാറ്റാബേസ്. അപ്പൊ ഡാറ്റാബേസിൽ ഡാറ്റ ആദ്യം വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു നമുക്ക് വേണ്ടത്? മോഡൽ സ്കീമ ആണ് വേണ്ടത് അല്ലെ, മോങ്കൂസിന്റെ. അപ്പൊ നമുക്ക് എക്സ്പെൻസിനുള്ള മോഡൽ ഉണ്ടാക്കാം. എസ് ഇല്ലാതെ സിംഗുലർ ആയിട്ടാണ് പേര് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. expense.js കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ സ്ലോ സ്പീഡിൽ ഇടാം യൂട്യൂബിന്റെ വീഡിയോ സെറ്റിംഗ്സിൽ പോയിട്ട്. ഇനി അതല്ല സ്ലോയിലാണെങ്കിൽ ഫാസ്റ്റ് ആക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ്പെൻസ് സ്കീമ ന്യൂ മോങ്കൂസ് ഡോട്ട് സ്കീമ അതിൽ ഒബ്ജക്ട് പാസ് ചെയ്ത ടൈറ്റിൽ അത് സ്ട്രിംഗ് ആണ്, റിക്വയർഡ് ട്രൂ ആണ്, നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. എമൗണ്ട് ടൈപ്പ് നമ്പർ ആണ്, റിക്വയർഡ് ട്രൂ ആണ്. കാറ്റഗറി ടൈപ്പ് സ്ട്രിംഗ്, റിക്വയർഡ് ട്രൂ. ഡേറ്റ് അത് ടൈപ്പ് ഡേറ്റ് ആണ്. ഡീഫോൾട്ട് എന്തായിരിക്കും? ഡേറ്റ് ഡോട്ട് നൗ. അതായത് നിങ്ങൾ പാസ് ചെയ്യണമെന്നില്ല, ഇന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ഡീഫോൾട്ട് ആയിട്ട് ഇടും. അതാണ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. പിന്നെ ടൈപ്പ് ഡേറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ യൂസർ എന്ന് പറയുന്നത് എന്താണ്? യൂസർ എന്ന് പറയുന്നത് ഒരു യൂസറിന്റെ ഐഡിയ ആയിരിക്കണം. അതായത് ഈ എക്സ്പെൻസ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? യൂസർ അതേപോലെ സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അൻഷാദാണ്, അല്ലെങ്കിൽ ജാസിമാണ്, അല്ലെങ്കിൽ ദിലിനാണ്. ഇങ്ങനെ നേരിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അങ്ങനെയല്ല ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ റെഫറൻസ്, ആ യൂസറിനുള്ള റെഫറൻസ് ആണ്. എന്ത് ചെയ്തു? നാളെ നിന്നിട്ട് ഞാൻ എന്റെ പേര് മാറ്റി കഴിഞ്ഞാൽ, പേര് വേറെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ, അല്ലെ ഫുൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാറില്ല. പക്ഷെ എന്റെ യൂസറിൽ മാറിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ മാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും നമ്മൾ നിലവിലുള്ള ഡാറ്റേനെ നമ്മൾ റെഫർ ചെയ്യാണ് വേണ്ടത്. റിഡൻഡന്റ് ആയിട്ട് നമ്മൾ ഡാറ്റനെ കോപ്പി ചെയ്യരുത്. അനാവശ്യമായിട്ട് എല്ലായിടത്തും ഒരേ ഡാറ്റ നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. അത് ഒന്ന് സൈസ് കൂടും, ഡാറ്റാബേസിന്റെ സൈസ് കൂടും. രണ്ട് ഇങ്ങനത്തെ ഡാറ്റ ഇഷ്യൂസ് ഉണ്ട്. ഒരു സ്ഥലത്ത് എഡിറ്റ് ആയി മറ്റേ സ്ഥലത്ത് എഡിറ്റ് ആയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ ഡാറ്റാബേസിന്റെ ഇൻഡെക്സിങ്ങിനെയും സെർച്ചിങ്ങിനെയും അതിന്റെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം എത്രത്തോളം ലിങ്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ലിങ്ക് ചെയ്യാം. അപ്പൊ ലിങ്കിങ്ങിന്റെ പ്രോസസ്സിന്റെ പറയുന്ന പേരാണ് ജോയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ടൈപ്പ് യൂസർ എന്നുള്ളത് എന്തായിരിക്കും? മോങ്കൂസ് ഡോട്ട് സ്കീമ ഡോട്ട് ടൈപ്സ് ഡോട്ട് ഒബ്ജക്ട് ഐ ഡി. അതായത് ഇതൊരു ഒബ്ജക്ട് ഐ ഡി ആയിരിക്കും ഇതിന്റെ ടൈപ്പ്. ഏതിനെയാണ് റെഫർ ചെയ്യുന്നത്? യൂസർ എന്ന് പറയുന്ന മോഡലിനായിരിക്കണം അത് റെഫർ ചെയ്യുന്നത്. റിക്വയർഡ് ട്രൂ ആണ്. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് മോങ്കൂസ് ഡോട്ട് മോഡൽ എക്സ്പെൻസ് എന്ന് പേരെടുത്തു. ആ എക്സ്പെൻസ് സ്കീം അവിടെ പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അത് ഇൻഡെക്സിൽ കൂടെ ആഡ് ചെയ്യണം. ഇൻഡെക്സിൽ ആഡ് ചെയ്യാണ്, അത് ജസ്റ്റ് റിക്വയർ ചെയ്യാം. എന്നിട്ട് അതിനെ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ടിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ മോഡൽ ആഡ് ചെയ്തു. ഇനി അടുത്തത് വേണ്ടത് മോഡലിനെ വിളിക്കുന്നത് സർവീസ് ആണ്. അതുപോലെ വാലിഡേറ്ററും കൂടെ ആഡ് ചെയ്യാം. ഓത്ത് വാലിഡേറ്റർ നമുക്കിവിടെ ഉണ്ട്. അത് ഞാൻ കമാൻഡ് ഷിഫ്റ്റ് അല്ല കൺട്രോൾ ഷിഫ്റ്റ് വെച്ച് റീനെയിം ചെയ്യാണ്. എക്സ്പെൻസ് വാലിഡേറ്റർ എന്ന പേര് കൊടുത്തു. എന്നിട്ട് രജിസ്ട്രേഷൻ സ്കീമ എന്നുള്ളത് എക്സ്പെൻസ് സ്കീം ആക്കാം. ടൈറ്റിൽ നമുക്കുണ്ടായിരുന്ന ടൈറ്റിൽ, എമൗണ്ട്, കാറ്റഗറി, ഡേറ്റ്, യൂസർ ഡേറ്റ് ഒക്കെ വരുന്നതാണ്. ഈ മിനിമം 3 മാക്സ് 3 ഒന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ജോയിൽ ഉണ്ട് എന്നുള്ളത്. നിങ്ങളെ റിക്വയർമെന്റിനനുസരിച്ച് അതൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ വെക്കാം. ഇപ്പൊ ഞാൻ സ്ട്രിംഗ് ആയിരിക്കണം, റിക്വയർഡ് ആയിരിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. ജോയ് ഡോട്ട് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. നമുക്ക് അതിൽ എന്താണുള്ളത് നോക്കാം. ഡേറ്റ് ഈക്വൽസ് എക്സ്റ്റെൻഡ് ഫംഗ്ഷൻ ഈസ് വാലിഡ്, നമ്പർ ഒരു നമ്പർ ആയിരിക്കണം, റിക്വയർഡ് ആയിരിക്കണം, പിന്നെ കാറ്റഗറി. ഓക്കെ, എന്നിട്ട് അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് വാലിഡേറ്റേഴ്സിന്റെ ഇൻഡെക്സിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അതിവിടെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ വാലിഡേറ്റർ നമ്മൾ ആഡ് ചെയ്തു. ഇനിയുള്ളത് സർവീസ് ആണ്. സർവീസിൽ നമ്മൾ പുതിയൊരു ഫയൽ ഉണ്ടാക്കണം. എന്നിട്ട് അത് ഇൻഡെക്സിലേക്ക് കൂടെ ആഡ് ചെയ്യാം. കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ പെട്ടെന്ന് തന്നെ സർവീസിനുള്ള കോഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ മോഡൽസിന് എക്സ്പെൻസ് റിക്വയർ ചെയ്തു. എന്നിട്ട് നമ്മൾക്ക് എക്സ്പെൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യണം. ക്രൂഡ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ക്രൂഡ് എന്ന് പറയുന്നത്
ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. നമ്മൾ യൂഷ്വലി കോഡൊക്കെ ചെയ്യുന്ന സമയത്ത് റൂട്ടിന്റെ ഓർഡർ ഇതാണെങ്കിൽ ആദ്യം ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുക റീഡ് പാർട്ടാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റാബേസിൽ മാനുവലി പോയിട്ട് ഡാറ്റാബേസ് മറ്റേ മോങ്കോസിന്റെ കോമ്പസോ, മോങ്കോ ഡി ബി കോമ്പസോ, അല്ലെങ്കിൽ PHP ആണെങ്കിൽ MySQL അഡ്മിനോ, ടേബിൾ പ്ലസോ, അല്ലെങ്കിൽ MySQL വർക്ക് ബെഞ്ചോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മാനുവലി ഡാറ്റാബേസിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വരുന്ന ലിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ആദ്യം നമ്മൾ ചെയ്യുന്ന റീഡ് ഓപ്പറേഷൻ ആണ്. അപ്പൊ റീഡിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എല്ലാ എക്സ്പെൻസും കാണിക്കണം. അപ്പൊ അവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്, എല്ലാ എക്സ്പെൻസും കാണിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എല്ലാ എക്സ്പെൻസും എടുത്ത് കാണിക്കരുത്. ഏതാണ് ലോഗിൻ ചെയ്ത യൂസർ അയാളുടെ എക്സ്പെൻസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ ജാസിമിന്റെ എക്സ്പെൻസ് കാണാൻ പാടില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഉണ്ടാക്കാണ് എക്സ്പോർട്സ് ഡോട്ട് ഗെറ്റ് ഓൾ എക്സ്പെൻസസ് ബൈ യൂസർ. പേര് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഫംഗ്ഷന്റെ പേര് കാണുമ്പോൾ തന്നെ ഈ കോഡ് നോക്കുന്ന ഡെവലപ്പർക്ക് മനസ്സിലാവണം എന്താണ് ഈ ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പൊ എല്ലാ എക്സ്പെൻസും എടുക്കും, എസും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ ലിസ്റ്റ് ആയിരിക്കും എന്ന് മനസ്സിലായി. ബൈ യൂസർ, ഒരു യൂസറിന്റെ എക്സ്പെൻസ് ആണെന്നുള്ള മനസ്സിലായി. എന്നിട്ട് അസിങ്കില് ആ ഒരു ഫംഗ്ഷൻ അസിങ്കണസ് ഫംഗ്ഷൻ ആണ്, അതിലേക്ക് യൂസർ ID പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ അവൈറ്റ് എക്സ്പെൻസ് ഡോട്ട് ഫൈൻഡ്, മോങ്കൂസിന്റെ ഫംഗ്ഷൻ. അതിലേക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട് പാസ് ചെയ്യാന്നാണ്. നമുക്ക് ഡാറ്റാബേസിന്റെ ഫീൽഡിന്റെ പേരെന്താ, യൂസറിന്റെ യൂസർ, അതാണ് ഇവിടെ കൊടുത്തത്. ഡാറ്റാബേസിൽ യൂസർ എന്ന് പറഞ്ഞ കോളത്തില് ഈ യൂസർ ID ആണ് ഉള്ളതെങ്കിൽ ആ എക്സ്പെൻസുകളൊക്കെ എടുത്തിട്ട് വരാൻ. ഇനി അടുത്തത് ആഡ് ചെയ്യുന്നിടത്ത് ആഡ് എക്സ്പെൻസ് അസിങ്ക്, അതിലേക്ക് എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത്, ടൈറ്റില്, എമൗണ്ട്, കാറ്റഗറി, യൂസർ ID. അതിൽ ന്യൂ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാണ്, ഈക്വൽ ടു ന്യൂ എക്സ്പെൻസ് ഓഫ്, അത് ആ ഒരു മോഡൽ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. എന്നിട്ട് അതിന്റെ കൺസ്ട്രക്ടർ ആണ് ന്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ടൈറ്റിൽ, എമൗണ്ട്, കാറ്റഗറി, യൂസർ എന്ന് പറയുന്നത്, യൂസർ എന്നാണ് ഫീൽഡിന്റെ നെയിം അല്ലേ, അവിടെ നമ്മൾ പാസ് ചെയ്ത് യൂസർ ID കൊടുക്കും. എന്നിട്ട് റിട്ടേൺ അവൈറ്റ് ന്യൂ എക്സ്പെൻസ് ഡോട്ട് സേവ് വിളിക്കും. പിന്നെ ഒരു എക്സ്പെൻസ് മാത്രം എടുക്കണം, അതിന്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സിൽ ഗെറ്റ് എക്സ്പെൻസ് ബൈ ID, അതിലേക്ക് ID പാസ് ചെയ്ത് വെയിറ്റ് എക്സ്പെൻസ് ഡോട്ട് ഫൈൻഡ് ബൈ ID. അപ്പോ ഫൈൻഡ് ബൈ ID എന്ന് പറഞ്ഞ ഫംഗ്ഷന് മോങ്കൂസിലുള്ള ഫംഗ്ഷൻ ആണ്. അതിലേക്ക് ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ID വെച്ചിട്ടുള്ളത് എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ID വെച്ചിട്ട് എടുക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫൈൻഡ് ബൈ ID എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കും, എന്നിട്ട് ID പാസ് ചെയ്ത് കൊടുക്കാം, അതാണ് സിമ്പിൾ. അല്ലെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതിൽ അണ്ടർസ്കോർ ID എന്നല്ല IDന്റെ ഫീൽഡ്. അപ്പൊ ഇവിടെ യൂസറിന് വരെ അണ്ടർസ്കോർ ID എന്ന് കൊടുക്കുന്നിട്ട് ആ ഒരു എക്സ്പെൻസിന്റെ ID കൊടുക്കാം. ഇത് എക്സ്പെൻസ് ID വെച്ചിട്ട് എടുക്കുന്നതാണ്, അല്ലാതെ യൂസറിന്റെ ID വെച്ചിട്ട് എടുക്കുന്നതല്ല. അതിൽ സെക്യൂരിറ്റി ഇഷ്യൂ നമുക്ക് പറയാൻ പറ്റും. അതായത് ആ ഒരു ID നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഹാക്കിംഗ് അറ്റംപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ യൂസർക്ക് ID റാൻഡം ആയിട്ട് അറിയാന്നുണ്ടെങ്കിൽ ID പാസ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരാൾ എക്സ്പെൻസ് ID അറിയാന്നുണ്ടെങ്കിൽ പാസ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂമറിക് ID അല്ല, 1 2 3 എന്നുള്ള MySQL ഒക്കെ ഉപയോഗിച്ച പോലുള്ള ID അല്ല, UUID ആണ്. UUID ആകുമ്പോൾ വലിയൊരു സ്ട്രിങ് ആയിരിക്കും, അത് അങ്ങനെ പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, യൂസർ ID കൂടെ പാസ് ചെയ്തിട്ട് ഫൈൻഡ് നോക്കിയിട്ട് അതിൽ അണ്ടർസ്കോർ IDയും പിന്നെ അതേപോലെ യൂസർ പാസ് ചെയ്ത് യൂസർ ID ആയിട്ട് ചെയ്യുന്നു രീതിയിൽ ചെയ്യാം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്ഡേറ്റ് എക്സ്പെൻസ് അസിങ്ക് ID പാസ് ചെയ്യുന്നുണ്ട്, ടൈറ്റിൽ, എമൗണ്ട്, കാറ്റഗറി. എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ സാധ്യത ഉള്ളത്, ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം, എമൗണ്ട് ചേഞ്ച് ചെയ്യാം, കാറ്റഗറി ചേഞ്ച് ചെയ്യാം അല്ലെ. ഏതിന്റെ ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ID കൊടുക്കണം, യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ. അല്ലാതെ ടൈറ്റിൽ വെച്ചിട്ട് ABC എന്ന് പറയുന്ന ടൈറ്റിലുള്ള സാധനത്തിന്റെ പോയിട്ട് ഡെമോ എന്നാക്കാൻ വേണ്ടി പറഞ്ഞാല് ABC എന്ന് പറഞ്ഞ ടൈറ്റിലുള്ള 10 എണ്ണം എല്ലാത്തിന്റെയും മാറും. അതല്ല, നമുക്ക് ഒന്നിന്റെ മാത്രമാണ് മാറുന്നത്, അതുകൊണ്ട് ID കൊടുക്കണം. അപ്പോ ഫൈൻഡ് ബൈ ID ആൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് മോങ്കൂസിൽ. അപ്പൊ അതിലേക്ക് എന്താണ്, ആദ്യം ID പാസ് ചെയ്യുക, എന്നിട്ട് കോമ ഇട്ടിട്ട് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള അത് പാസ് ചെയ്യാം. ടൈറ്റില്, എമൗണ്ട്, കാറ്റഗറി, മൂന്നുമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ ഒരു സെറ്റിംഗ്സും കൂടെ പാസ് ചെയ്യണം, ന്യൂ ട്രൂ എന്ന് പറഞ്ഞിട്ട്. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്, അതും കൂടെ പാസ് ചെയ്യാം, ന്യൂ ട്രൂ. ഡിലീറ്റ് ചെയ്യുമ്പോഴോ, ഡിലീറ്റ് ചെയ്യുമ്പോൾ ID പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് ബൈ ID ആൻഡ് ഡിലീറ്റ്, മോങ്കൂസിന്റെ തന്നെ ഫംഗ്ഷൻ ആണ്. അതിലേക്ക് ID പാസ്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ യൂസർ ID പാസ് ചെയ്ത് കൊടുക്കണം, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു. പക്ഷെ നിങ്ങൾ ഇത് ഈ ഒരു ഫംഗ്ഷനും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഫൈൻഡ് മാത്രം പഠിക്കുന്നതിന് പകരം ഈ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സർവീസിൽ എല്ലാ ഫങ്ഷൻസും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സർവീസ് വിളിക്കുന്ന ഇടുന്നായിരിക്കും കൺട്രോളർ എന്നാണ് വിളിക്കുക. അപ്പൊ നമുക്ക് കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം, എക്സ്പെൻസിനുള്ള കൺട്രോളർ. അപ്പൊ ഇവിടെ കൺട്രോളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പെൻസ് കൺട്രോളർ ആഡ് ചെയ്തു. അത് ഇൻഡെക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്, ഇൻഡെക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് കോഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസ് സ്കീമ വാലിഡേഷനും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തത് എന്താണ് വേണ്ടത്, നമുക്ക് എക്സ്പെൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം വേണം. അപ്പൊ അതിന് ഗെറ്റ് ആഡ് എക്സ്പെൻസ് ഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് മൊഡ്യൂൾ എക്സ്പോർട്സിൽ, എക്സ്പോർട്സ് ഡോട്ട് അതിൽ റിക്വസ്റ്റും റെസ്പോൺസ് എടുത്തിട്ട് യൂസർ ഐ ഡി നമ്മൾ എടുക്കാണ്, ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ ഐ ഡി, ഇവിടെയും ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഓപ്ഷണൽ ഇടാം. എന്നിട്ട് റെസ്പോൺസ് ഡോട്ട് റെൻഡർ എക്സ്പെൻസ് സ്ലാഷ് വ്യൂ, ഒരു ഫോൾഡറിലാണ് നമ്മൾ ഇനി പഗ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഒരു ഫോൾഡറിലാണെങ്കിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ വ്യൂ എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാവും, അതാണ് റെൻഡർ ചെയ്യാം. എന്നിട്ട് അതിലേക്കുള്ള ഡാറ്റ എന്തൊക്കെയാണ് നമ്മൾ പാസ് ചെയ്യുന്ന, ടൈറ്റിൽ ആഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന ടൈറ്റിൽ, എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, എറർ എം ടി അറിയാണ്, അല്ലെങ്കിൽ എറർ നമുക്ക് നള്ള് കൊടുക്കാം. എറർ നള്ള് ഈസ് ഓതന്റിക്കേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് എന്താണ് ആ ഒരു യൂസർ ഐ ഡി. നമ്മൾ അതെന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേഔട്ടിൽ കൊടുത്തത് ഓർമ്മ ഉണ്ടല്ലോ, ഈസ് ഓതന്റിക്കേറ്റഡ്, അങ്ങനെയാണെങ്കിൽ ലോഗൗട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റ ഇവിടെയും ആവശ്യമുണ്ട്. അപ്പൊ ഈസ് ഓതന്റിക്കേറ്റഡ്, അതിനാണ് യൂസർ ഐ ഡി സെഷൻ എടുത്തത്. അപ്പം അതൊരു യൂസർ ഐ ഡി എന്തായിരിക്കും, അതൊരു സ്ട്രിങ് ആണ്. അപ്പൊ അത് ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഈസ് ഓതന്റിക്കേറ്റഡ് പാസ് ചെയ്തു. ഇനി എക്സ്പെൻസ് എല്ലാം നമുക്ക് കിട്ടണം, ഗെറ്റ് എക്സ്പെൻസസ്. അതിനെന്താണ് ചെയ്യുന്നത്, ട്രൈ ക്യാച്ചിലാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് റെൻഡർ മാത്രമേ ചെയ്യുന്നുള്ളൂ ഗെറ്റ് എക്സ്പെൻസ് ഫോമിൽ. അപ്പൊ അവിടെ ട്രൈ ക്യാച്ചിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് അത് ഫെയിൽ ആവുകയാണെങ്കിൽ ഹാൻഡ് ചെയ്യാനാണ് ട്രൈ ക്യാച്ച് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ സർവീസ് ഒക്കെ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് എക്സ്പെൻസസ് ട്രൈ ക്യാച്ചിലായിരിക്കണം. അപ്പൊ ട്രൈൻ്റെ ഉള്ളിൽ യൂസർ ഐ ഡി, റിക്വസ്റ്റ് ഡോട്ട് സെഷൻ യൂസർ ഐ ഡി, എക്സ്പെൻസ് സർവീസ്. എക്സ്പെൻസ് സർവീസിൽ നമ്മൾ എന്തായിരുന്നു, ഗെറ്റ് ഓൾ എക്സ്പെൻസസ് ബൈ യൂസർ അല്ലേ, അതിലേക്ക് ആ യൂസർ ഐ ഡി പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് റെസ്പോൺസ് ഡോട്ട് റെൻഡർ എക്സ്പെൻസ് സ്ലാഷ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് എക്സ്പെൻസസ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ എക്സ്പെൻസ് ഇവിടെ ഇത് ആഡിലാണല്ലേ, ആഡിൽ എക്സ്പെൻസ് ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ എക്സ്പെൻസസ് ആണ് വേണ്ടത്, ലിസ്റ്റ് ആണ്. ടൈറ്റിൽ എക്സ്പെൻസസ് ആണ്, ഓതന്റിക്കേറ്റഡ് ഇവിടെ നമ്മൾ പാസ് ചെയ്യണം. പാസ് ചെയ്തു. ക്യാച്ചിൽ എറർ ഉണ്ടെങ്കിൽ കൺസോൾ ലോഗിൻ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വ്യൂ റെൻഡർ ചെയ്തിട്ട് അതിൽ ആ എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്, എറർ ഡോട്ട് മെസ്സേജ്. പിന്നെ അതേപോലെ ആഡ് എക്സ്പെൻസിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം ബോഡിയിൽ നിന്ന് എടുത്തു, ഡീസ്ട്രക്ചർ ചെയ്തെടുത്തു. ടൈറ്റിൽ എമൗണ്ട് കാറ്റഗറി ആണ് എടുക്കുന്നത്. ഡേറ്റ് ഒന്നും നമ്മൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡേറ്റ് ഡീഫോൾട്ട് ഇന്നത്തെ ഡേറ്റ് സ്റ്റോർ ആയിക്കോളും. പിന്നെ എറർ വാലിഡേഷൻ ചെയ്യാണ്, റിക്വസ്റ്റ് ബോഡി വാലിഡേറ്റ് ചെയ്ത് എറർ എടുത്തു. എന്നിട്ട് എറർ ഉണ്ടെങ്കിൽ 400 റെൻഡർ എന്താണ് എക്സ്പെൻസ് സ്ലാഷ് വ്യൂ, ആ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഉണ്ടല്ലോ, അത് തന്നെ ആഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോഴാണല്ലോ ആഡ് എക്സ്പെൻസ് ടൈറ്റിൽ കൊടുത്തു. എറർ നമ്മൾ എറർ ഡീറ്റെയിൽസ് ഓഫ് മെസ്സേജ്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, സെഷൻ ഐ ഡി പാസ് ചെയ്യണം, ഈസ് ഓതന്റിക്കേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത്. അതോടെ പാസ് ചെയ്തോടെ ഒരു എറർ ഉണ്ട്, cannot റീഡിക്ലെയർ ബ്ലോക്ക് സ്കോപ്പ് വേരിയബിൾ. അതിന്റെ അടുത്ത് 2 പ്രാവശ്യം വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മുകളിലത്തത് മതി, താഴത്തത് ഒഴിവാക്കിയപ്പോ. പിന്നെ അതേപോലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വാലിഡേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രൈയില് എന്താണ് ആഡ് എക്സ്പെൻസ്, അതിലേക്ക് വേണ്ടതൊക്കെ പാസ് ചെയ്തെടുത്തു. ഓർഡർ ഒക്കെ കറക്റ്റ് ആണോ നോക്കാം. അതിൽ ലാസ്റ്റ് ആണ് യൂസർ എക്സ്പെക്ട് ചെയ്യുന്നത്. ആഡ് എക്സ്പെൻസ് സർവീസിൽ നമുക്ക് പോയി നോക്കാം. ഗോ ടു ഡെഫിനിഷൻ, ടൈറ്റിൽ എമൗണ്ട് കാറ്റഗറി ലാസ്റ്റ് യൂസർ ഐ ഡി. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. എന്നിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്യാണ് എക്സ്പെൻസിലേക്ക്, എക്സ്പെൻസസ് ലിസ്റ്റിലേക്ക് റീഡയറക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, സെഷനിലേക്ക് സക്സസ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് സക്സസ് മെസ്സേജ് കാണിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വിടാണ്, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. എറർ കൺസോൾ ലോഗ് ചെയ്ത് നിന്നിട്ട് റെസ്പോൺസ് റെൻഡറിൽ എക്സ്പെൻസ് വ്യൂ, നമ്മൾ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ എറർ വന്നത്, ആഡ് എക്സ്പെൻസ്, അതിൽ എറർ ഡോട്ട് മെസ്സേജ് ഓതന്റിക്കേറ്റഡ് ആണോ അല്ല എന്നുള്ള വേരിയബിളും പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെറ്റ് എഡിറ്റ് എക്സ്പെൻസസ്, അതായത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്പെൻസിനെ എടുത്തിട്ട് അതിന്റെ ഫോമിൽ അത് റെൻഡർ ചെയ്ത് കാണിക്കട്ടെ.
ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു എക്സ്പെൻസ് എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫോമിൽ തന്നെ റെൻഡർ ചെയ്ത് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രൈയില് നമ്മൾ യൂസർ ഐ ഡി എടുത്തു നേരത്തെ തന്നെ, എന്നിട്ട് എക്സ്പെൻസ് എടുക്കാണ്. എക്സ്പെൻസ് ബൈ ഐ ഡി റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് റിക്വസ്റ്റിൽ നമുക്ക് ഇതൊരു ഗെറ്റ് മെത്തേഡ് ആയിരിക്കും അല്ലെ. ഗെറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്ലാഷിൽ URL പാത്തായിട്ടോ നമുക്ക് ഡാറ്റ പാസ് ചെയ്യാം. അപ്പൊ കൊറി എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടായിരിക്കും. പാരാംസ് എന്ന് പറയുന്ന ഒരു പാത്തായിട്ട് നമ്മൾ പാസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡൈനാമിക് റൗട്ടിംഗ് എന്ന് പറയും എക്സ്പ്രസ്സിൽ. അങ്ങനെ പാസ് ചെയ്യുന്നതിനാണ് പാരാംസ് എന്ന് പറയുന്നത്. അപ്പൊ റിക്വസ്റ്റ് ഡോട്ട് പാരാംസിൽ ID എന്ന് പറഞ്ഞത് പാസ് ചെയ്യും. നമ്മൾ റൗട്ടിംഗിൽ വരുമ്പോൾ മനസ്സിലാവും. ആ ID എടുത്തിട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ID വെച്ചിട്ടുള്ള എക്സ്പെൻസ് എടുക്കും, ഒറ്റൊരു എക്സ്പെൻസ് ആയിരിക്കും. എന്നിട്ട് എക്സ്പെൻസ്/എഡിറ്റ് എന്ന് പറഞ്ഞ ഫോമർ എൻ്റർ ചെയ്യും. അതിൽ എക്സ്പെൻസ് ആണ് പാസ് ചെയ്യുന്നത്, എക്സ്പെൻസസ് അല്ല. ടൈറ്റിൽ എഡിറ്റ് എക്സ്പെൻസ് ആണ്, ഓതന്റിക്കേറ്റഡ് ആണല്ലേ. കൺസോലോഗിൽ എന്താണ് റീഡയറക്ട് എക്സ്പെൻസസ്. ഇതിൽ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പെൻസസ് ലിസ്റ്റിലേക്ക് റീഡയറക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാം. ഇനി അപ്ഡേറ്റ് എക്സ്പെൻസ് ലോഡ് ചെയ്ത് ഫോമിലെല്ലാം കാണിച്ചു. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ചേഞ്ച് ചെയ്തിട്ട് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മൾ ബോഡിയിൽ പാസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തു, സെഷന് യൂസർ ID എടുത്തു, എന്നിട്ട് ട്രയൽ എന്താണ് എക്സ്പെൻസ് സർവീസ് ഡോട്ട് അപ്ഡേറ്റ് എക്സ്പെൻസ്. അപ്ഡേറ്റ് എക്സ്പെൻസിൽ നമ്മൾ സർവീസിൽ ഫംഗ്ഷൻ ഉണ്ടാക്കില്ല, അത് വിളിക്കണം. അതിൽ ആദ്യം ID ആയിരുന്നു പാസ് ചെയ്യേണ്ടത്. ആ ID നമ്മൾ പാസ് ചെയ്തു. ടൈറ്റിൽ, എമൗണ്ട്, കാറ്റഗറി, എന്നിട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസസ് ലിസ്റ്റിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ സക്സസ് മെസ്സേജ് സെറ്റ് ചെയ്യണം, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എക്സ്പെൻസസ് ലിസ്റ്റിന്റെ മുകളിൽ അത് കാണിക്കണം. റീഫ്രഷ് ചെയ്താൽ പിന്നെ കാണിക്കാനും പാടില്ല. അപ്പൊ അത് സെഷൻ ഉപയോഗിച്ചാൽ മതി. എറർ ഉണ്ടെങ്കിൽ കൺസോൾ ലോഗ് എറർ, എക്സ്പെൻസ് ബൈ ID, ഇവിടെ എക്സ്പെൻസ് ബൈ ID എറർ ഉണ്ടെങ്കിൽ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് എന്ത് ചെയ്യാണ്? എഡിറ്റ് ഫോം അങ്ങനെ തന്നെ കാണിക്കാം മെസ്സേജിൽ, എന്നിട്ട് അവിടെ ജസ്റ്റ് കാണിക്കാം. പിന്നെ ഡിലീറ്റ് എക്സ്പെൻസ്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എക്സ്പെൻസ് ഫംഗ്ഷനിലേക്ക് അതിലേക്ക് ID പാസ് ചെയ്യും. എന്നിട്ട് എക്സ്പെൻസസിലേക്ക് റീഡയറക്ട് ചെയ്യും. ഇവിടെ മെസ്സേജ് സെറ്റ് ചെയ്യണം, സക്സസ്ഫുള്ളി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. എറർ ഉണ്ടെങ്കിൽ ലിസ്റ്റിലേക്ക് തന്നെയാണ് റീഡയറക്ട് ചെയ്യുന്നത്. റീഡയറക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേരിയബിൾസ് സെറ്റ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. റീഡയറക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റൗട്ടിലേക്ക് പറ്റും. റൗട്ട് പിന്നെ കൺട്രോളർ വിളിക്കുമ്പോൾ ആ വേരിയബിൾസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്യും. അപ്പൊ നമ്മളെ കൺട്രോളർ ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്തായിരുന്നു റെഫർ ചെയ്യുന്നത്? പഗ് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പോ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കണം. ആ ഫോൾഡറിൽ എഡിറ്റ് എന്ന് പറയുന്ന ഫയൽ വേണം, പിന്നെ അതേപോലെ വ്യൂ എന്ന് പറയുന്ന ഫയൽ വേണം, അതേപോലെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫയൽ വേണം. അപ്പൊ വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ വന്നിട്ട് എക്സ്പെൻസ് ഇൻഡെക്സ് ഡോട്ട് പഗ് അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് വ്യൂ ഡോട്ട് പഗ്, ന്യൂ ഫയല് എഡിറ്റ് ഡോട്ട് പഗ്. അപ്പൊ എക്സ്പെൻസ് എന്നുള്ള ആദ്യം ഫോമിന് വേണ്ടിയിട്ടാണ് വ്യൂ ഉപയോഗിക്കുന്നത് അല്ലെ, ആഡ് ഫോം വ്യൂ. അപ്പൊ വ്യൂ ആദ്യം ചെയ്യാം. വ്യൂ പഗില് ഞാൻ ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ലേഔട്ട് ഒരു ഫോൾഡർ ബാക്കിലാണ്. നേരത്തെ നമ്മൾ ഓതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് വെറും എക്സ്റ്റെൻഡ് ലേഔട്ട് ആണ് ഡാഷ്ബോർഡിലൊക്കെ. ഇവിടെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ ഫയൽ. അതുകൊണ്ട് ഒരു പ്രാവശ്യം പുറത്തേക്ക് വേണം. അതിന് //./ലേഔട്ട് ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞു. ടൈറ്റിൽ H1 അവിടെ ടൈറ്റിൽ തന്നെ അവിടെ കൊടുക്കാണ്. അതായത് ഈ പേജിൽ ഹെഡിങ് കാണിക്കാൻ. എറർ ഉണ്ടെങ്കിൽ ആ എറർ കാണിക്കും. ഇവിടെ array അല്ല, നമുക്ക് array എറർ ഹാൻഡിൽ ചെയ്യുന്നില്ല. എറർ തന്നെ സിംഗിൾ എറർ. പിന്നെ ഫോമിൽ ആക്ഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്ന റൗട്ടില് മെത്തേഡ് പോസ്റ്റ് ആയിട്ടാണ് പോകേണ്ടത്. പിന്നെ ടൈറ്റിൽ നമ്മളിവിടെ എന്താണെന്നുള്ളത് അതിന്റെ ലേബൽ കൊടുത്തു. അതിന്റെ ഇൻപുട്ട് ടെക്സ്റ്റ് ആണ്. ടൈറ്റിൽ എന്ന് പറഞ്ഞ നെയിം റിക്വയർഡ് ആണ്. എമൗണ്ട് ടൈപ്പ് ടെക്സ്റ്റ്, നെയിം, എമൗണ്ട് റിക്വയർഡ് ആണ്. കാറ്റഗറി നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ടില്ല, സെലക്ട് കാറ്റഗറി #കാറ്റഗറി എന്ന് പറഞ്ഞ ID ഉള്ള ഫോം കൺട്രോൾ നെയിം കാറ്റഗറി. ഓപ്ഷൻസ് എന്താണ്? ആദ്യത്തേല് നമ്മൾ സെലക്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ബൈ ഡിഫോൾട്ട് എംപ്റ്റി ആയിട്ടുള്ള, പിന്നെ ഫുഡ്, ട്രാൻസ്പോർട്ട്, എന്റർടൈൻമെന്റ്, ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലേ. വാല്യൂ ഒരു ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ആ ആട്രിബ്യൂട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്മിറ്റ് ബട്ടൺ, ടൈപ്പ് സബ്മിറ്റ്, ആഡ് എക്സ്പെൻസ്. പിന്നെ അതിന്റെ താഴെ എക്സ്പെൻസസിലേക്ക് പോകാനുള്ള ഒരു ലിങ്കും, വ്യൂ ഓൾ എക്സ്പെൻസ്. അപ്പൊ ഇതാണ് വ്യൂ പഗില് ചെയ്യുന്നത്. പിന്നെ നമുക്ക്
ഇൻഡെക്സ് പഗ് ആണ് ചെയ്യേണ്ടത്, അതായത് ലിസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ പഗ് ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു. അവിടെ ലേഔട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, ബ്ലോക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു, ടൈറ്റിൽ എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ടേബിൾ ആണ്, ടേബിളല്ല നമ്മൾ കാണിക്കേണ്ടത്. അതിന് ടേബിളിന് ഹെഡ്, ടി ഹെഡും ടി ആറും ടി എച്ചും ഉണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, HTML ഒക്കെ പല പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഓരോ ഓർഡർ കറക്റ്റ് ആ ഓർഡർ കൊടുത്തിട്ടില്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കണം. ടി ആറിന്റെ ഉള്ളിലാണ് ടി എച്ച്, അപ്പോൾ ആ ഒരു അലൈൻമെന്റ് ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ടി ബോഡി ടി ഹെഡിന്റെ നേരെയാണ്, അതായത് ടി ഹെഡ് ഇവിടെ ക്ലോസ് ആവും, എന്നിട്ടാണ് ടി ബോഡി ഉണ്ട്, അല്ലാതെ ഉള്ളിലായി പോരുത്. ഈ ബോർഡിന്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഡാറ്റയ്ക്കും ഒരു റോ വേണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് പഗ്ഗിൽ ഉപയോഗിക്കുന്നത്. ഈച്ച് എക്സ്പെൻസ് ഇൻ എക്സ്പെൻസസ്, അതായത് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ പാസ് ചെയ്യും. അതിൽ ഓരോന്നും നമ്മൾ എക്സ്പെൻസ് എന്നാണ് വേരിയബിളിലേക്ക് ഇട്ടു. എന്നിട്ട് ടി ആറിൽ ഒരു ടി ഡി ഇട്ടിട്ട് ടി ഡിന്റെ കണ്ടന്റ് എന്താണോ ഇങ്ങനെ ഈക്വൽ ടു ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെ വേരിയബിൾ ആകുമ്പോൾ ഈക്വൽ ടു എക്സ്പെൻസ് ഡോട്ട് ടൈറ്റിൽ ഈക്വൽ ടു എക്സ്പെൻസ് ഡോട്ട് എമൗണ്ട് ടു ഫിക്സ്ഡ്, രണ്ട് ഇതിലേക്ക് ഡിജിറ്റിലേക്ക് ഞാൻ ഫിക്സ്ഡ് ആക്കുക. അതായത് ഇപ്പൊ 10.123 നോക്കുകയാണെങ്കിൽ 10.12 മാത്രം കാണിക്കാം. അതിനാണ് ടു ഫിക്സ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഉള്ള ഫംഗ്ഷൻ ആണ്, അത് നമ്പറിൽ വിളിക്കാനുള്ളത്. എക്സ്പെൻസ് ഡോട്ട് കാറ്റഗറി കാണിച്ചു. എക്സ്പെൻസ് ഡോട്ട് ഡേറ്റ് ടു ലോക്കൽ സ്ട്രിങ് ഓഫ് ENGB, അതായത് ഡേറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫോർമാറ്റ് ചെയ്യാണ്. പിന്നെ അടുത്തത് ടി ഡി എൻഡിലേക്ക് അലൈൻ ചെയ്യാൻ കൊടുക്കേണ്ടത്. അതിലൊരു ബട്ടൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന വാർണിംഗ് ബട്ടൺ. അതിൽ എന്താണ് HRF എന്താണ് എക്സ്പെൻസസ് സ്ലാഷ് അതിന്റെ ഐഡിയും കൂടെ പാസ് ചെയ്യണം. ഇവിടെ കണ്ടോ റൗട്ടിലേക്ക് എക്സ്പെൻസ് ഡോട്ട് അണ്ടർസ്കോർ ID സ്ലാഷ് എഡിറ്റ് റൗട്ടിലേക്ക് എത്തും. കാണാം, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ ഐഡിയും കൂടെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. എഡിറ്റ് ആണ് ആക്ഷൻ എന്നുള്ള ഓണത്തിന്റെ. പിന്നെ അടുത്ത് എന്താണ് എക്സ്പെൻസ് ID, പിന്നെ ഈക്വൽ മെത്തേഡ് ഈക്വൽ ടു ഡിലീറ്റ്. പിന്നെ ഇവിടെ മെത്തേഡ് ഈക്വൽ ടു കൊറി പാരാമീറ്റർസ് ആയിട്ട് അല്ലെങ്കിൽ കൊറി സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടോ ആ URL. ഇത് നമ്മൾ പരാം റിക്വസ്റ്റ് പരാം, അതായത് പാത്തിൽ തന്നെ URLന്റെ പാത്തിൽ തന്നെയാണുള്ളത്, ഡൈനാമിക് ആയിട്ടുള്ള പാത്താണ്, അതാണ് റിക്വസ്റ്റ് പരാം. ഇത് കൊറി പരാം അല്ലെങ്കിൽ കൊറി സ്ട്രിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അണ്ടർസ്കോർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ പാസ് ചെയ്യുന്നത്, അതിന്റെ വാല്യൂ ഡിലീറ്റ് എന്നാണ്. പക്ഷെ ഇവിടെ മെത്തേഡ് പോസ്റ്റ് എന്നും കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ സ്റ്റൈല് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡിസ്പ്ലേ ഇൻലൈൻ ഓൺ സബ്മിറ്റ്. ഈ ഒരു ഫോം ഇവിടെ ഒരു ഫോം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഒരു ഫോമും അതിൻ്റെ ഉള്ളിൽ ബട്ടണും. ഈ ഫോമിന്റെ ഓൺ സബ്മിറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, റിട്ടേൺ കൺഫേം ഡിലീറ്റ് ഓഫ് എന്നൊരു ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്, അതാണ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് സബ്മിറ്റ് ആണ്, ഡിലീറ്റ് ഒരു ബട്ടണും കൂടെ കൊടുത്തു. പിന്നെ ആഡ് ന്യൂ എക്സ്പെൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിൽ നിന്ന് ആഡിലേക്ക് പോകാനുള്ള ഒരു പേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആഡ് ന്യൂ എക്സ്പെൻസ് ഫോം കാണാനുള്ള എക്സ്പെൻസസ് സ്ലാഷ് ന്യൂ എന്ന് പറഞ്ഞിട്ട്, അതാണ് നമ്മളെ റൗട്ട് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ കൊടുത്തു. എന്താണ് കൺഫേം ഡിലീറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എഡിറ്റിന്റെ കൂടെ കൊടുക്കാം. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ എറർ ഈച്ച് വേണ്ട നമ്മൾ അറേ ആയിട്ടുള്ള പാസ് ചെയ്യുന്നത്. എഡിറ്റ് എക്സ്പെൻസ് ഇതേപോലെ തന്നെ. ഫോമിന്റെ ആക്ഷൻ എന്താണ് എക്സ്പെൻസസ് സ്ലാഷ് അതിൽ എക്സ്പെൻസിന് ഐഡിയും പാസ് ചെയ്ത്. മെത്തേഡ് ഇവിടെയും കുറെ പാരാമീറ്റർ മെത്തേഡ് പുട്ട് എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മെത്തേഡ് പോസ്റ്റ് ആണ്. ഈ ടൈറ്റിൽ എമൗണ്ടിനുള്ള ഫീൽഡ് കൊടുത്തു. അതിൽ വാല്യൂ സെറ്റ് ചെയ്യുന്നതും കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കിട്ടും, അതിലെല്ലാ സാധനം ഉണ്ട്, അത് നമ്മൾ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ എക്സ്പെൻസിന്റെ ID ഇവിടെ സെറ്റ് ചെയ്തു, ടൈറ്റിൽ എമൗണ്ട് കാറ്റഗറി ഒക്കെ സെറ്റ് ചെയ്യുന്നത്. കാറ്റഗറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ വാല്യൂ ഒരു ഓപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യുക, സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കണ്ടേ. അപ്പോ ഇവിടെ സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ട്രൂ കൊടുക്കണമെങ്കിൽ എന്താണ്, അതായത് നമ്മൾക്ക് കിട്ടിയ കാറ്റഗറി എക്സ്പെൻസ് ഡോട്ട് കാറ്റഗറി ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു ഫുഡ് ആണെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞ ഇതില് സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വരണം. അപ്പൊ ആ ആട്രിബ്യൂട്ടിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കണ്ടില്ല സെലക്ടഡ് എന്ന് പറഞ്ഞ കൊടുത്തത് ഒരു കണ്ടീഷൻ കൊടുക്കാണ്, അല്ലെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും. അപ്പൊ സെലക്ടഡ് ഫോൾസ് എന്ന് വരും. അപ്പൊ സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ടാവില്ല. അപ്പോ ഇങ്ങനെയാണ് സെലക്ട്. ഇത് കുറച്ച് എന്താ പറയാ ട്രിക്കി അപ്രോച്ച് ആണ്, അത് പഠിച്ചിരിക്കണം. അതൊക്കെ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഡ്രോപ്പ് ഡൗണിലെ ഓപ്ഷന് സെലക്ട് ചെയ്ത് വെക്കുന്നത് എഡിറ്റ് ഫോം കാണിക്കുമ്പോൾ എന്നുള്ളത്. ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ ക്യാൻസൽ ചെയ്യുമ്പോൾ ജസ്റ്റ് എക്സ്പെൻസസിലേക്ക് പോകും. അപ്ഡേറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സബ്മിറ്റ് ബട്ടൺ ആണ്. അപ്പൊ നമ്മളെ പഗും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൺഫേം ഡിലീറ്റ് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ലേഔട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം.
ലേഔട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇനി ഒരു സ്ക്രിപ്റ്റും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ താഴെ അത് ലെവൽ സ്ക്രിപ്റ്റ് ഡോട്ട് എന്ന് കൊടുത്തു പറയുന്നത് ഫംഗ്ഷൻ തുടങ്ങുന്നതായതുകൊണ്ടാണ്. എന്നിട്ട് താഴെ നമ്മൾ ഫംഗ്ഷൻ ഇട്ട് നമ്മൾ ഇവിടെ സ്റ്റൈലിനും ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോട്ട്. അപ്പൊ അതേപോലെ ഇവിടുന്നാണ് തുടങ്ങുന്ന അങ്ങോട്ട് സ്ക്രിപ്റ്റ്. ഫംഗ്ഷൻ കൺഫേം ഡിലീറ്റ് എന്താണ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിലെ കൺഫേം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. റിട്ടേൺ കൺഫേം ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് എക്സ്പെൻസ്. അപ്പൊ അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും, ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. അപ്പോ ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിട്ടേൺ ട്രൂ ആണെങ്കിലാണ് ആ ഒരു ഫോം സബ്മിറ്റ് ആവുള്ളൂ, അതിലേക്ക് അടുത്ത റീഡയറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ മുമ്പ് നമ്മൾ നോക്കിയതാണ് PHP ഫോം ചെയ്തപ്പോൾ. അതുകൊണ്ടാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. സംശയന്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നോക്കാം. ഇനി വേണ്ടത് നമുക്ക് എന്താണ്? നമുക്ക് റൗട്ടാണ് വേണ്ടത്. ഇത് ഞാനിവിടെ റൗട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പ്രസ് റിക്വയർ ചെയ്തു, എന്നിട്ട് കൺട്രോളർ റിക്വയർ ചെയ്തു, എന്നിട്ട് റൗട്ട് ഉണ്ടാക്കി. എക്സ്പ്രസ് എന്ന് റൗട്ടർ വേരിയബിൾ ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് get/new എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ എന്താണ് വേണ്ടത്? എക്സ്പെൻസ് കൺട്രോളറുള്ള ഫോം കാണിക്കണം. വെറും സ്ലാഷ് ആണെങ്കിലോ എക്സ്പെൻസസ് കാണിക്കണം. post/ ആണെങ്കിലോ ആഡ് എക്സ്പെൻസ്. പിന്നെ ഇവിടെ കണ്ടോ, ഇതാണ് ഡൈനാമിക് റൗട്ടിങ്. ഈ പാരാംസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ പേര് കൊടുത്ത ID എന്നാണ് പേര് കൊടുത്തത്. അതുകൊണ്ടാണ് request.params.id എന്ന് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ABC എന്നാണ് കൊടുത്തെങ്കിൽ request.params.abc എന്ന് കൊടുക്കണം. അപ്പൊ ഇത് ഡൈനാമിക് റൗട്ടിങ് ആണ്, നമ്മൾ നെയിംഡ് റൗട്ടിങ് എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ എന്താണ്? :ID. അതായത് ഇവിടെ ഒരു ID എന്തെങ്കിലും പാസ് ചെയ്യും. ABC എന്നാണെങ്കിൽ അതായിരിക്കും ABC ആയിട്ട് വരിക പാസ് ചെയ്യുന്നത്. 1, 2, 3 എന്നാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും ID ആയിട്ട് വരിക. എന്നിട്ട് /edit. അപ്പൊ എന്താണ് വേണ്ടത്? get edit എക്സ്പെൻസിനുള്ള ഫോം കാണിക്കണം അല്ലെ. പിന്നെ പുട്ടാണെങ്കിലോ /ID ആഡ് എക്സ്പെൻസ് അപ്ഡേറ്റ് എക്സ്പെൻസ്. ഡിലീറ്റ് ആണെങ്കിലോ ID പാസ് ചെയ്യുന്നത് ഡിലീറ്റ് എക്സ്പെൻസ്. ഇതാണ് റൗട്ട്. ആ റൗട്ട് ഞാൻ ഇൻഡെക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സിൽ ആഡ് ചെയ്തതിനു ശേഷം അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് അത് app.jsലും കൂടെ ആഡ് ചെയ്യണം. app.jsൽ എക്സ്പെൻസ് റൗട്ട്സ്. അപ്പോൾ എക്സ്പെൻസ് റൗട്ട്സ് ഇവിടെ റിക്വയർ ചെയ്തു. അത് നമ്മൾ use expenses എന്ന് പറയുമ്പോൾ അതിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്പെൻസ് റൗട്ടിൽ നമ്മൾ expenses/new എന്ന് പറയേണ്ട ആവശ്യമില്ല, വെറും /new വെറും സ്ലാഷ് ഒക്കെ കൊടുത്താൽ മതി. അപ്പോൾ റൗട്ടുമായി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബൈ ഡീഫോൾട്ട് ബ്രൗസറിൽ ഈ പുട്ട് ഡിലീറ്റ് ഈ HTTP മെത്തേഡ്സ് സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മെത്തേഡ് പോസ്റ്റ് എന്ന് കൊടുത്തത്. എന്നിട്ട് അണ്ടർസ്കോർ മെത്തേഡ് ആയിട്ട് നമ്മൾ പുട്ടും ഡിലീറ്റും പാസ് ചെയ്തത്. അപ്പൊ അതെന്ത് ചെയ്യണം? ഇവിടെ എക്സ്പ്രസ്സിന് കിട്ടുമ്പോൾ അത് മാറിയിട്ട് പുട്ടും ഡിലീറ്റും ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പാക്കേജ് ഉപയോഗിക്കണം, മെത്തേഡ് ഓവർറൈഡ് എന്ന് പറയുന്ന പാക്കേജ്. അപ്പൊ അതാദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. npm i method -override ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് റിക്കവർ ചെയ്യുക. എന്നിട്ട് ഒരു വേരിയബിളിലേക്ക് എടുക്കാം. മെത്തേഡ് ഓവർറൈഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് എടുക്കാം. എന്നിട്ട് അത് നമ്മളൊരു മിഡിൽ വെയർ ആണ്, ആ മിഡിൽ വെയർ നമ്മൾ യൂസ് ചെയ്യണം. app.use മെത്തേഡ് ഓവർറൈഡ് ഓഫ്. എന്നിട്ട് അതിലേക്ക് അണ്ടർസ്കോർ മെത്തേഡ്, ഏത് വേരിയബിൾ ആണ് നമ്മൾ ക്വറി സ്ട്രിംഗിൽ അല്ലെ ക്വറി പാരാമീറ്ററിൽ പാസ് ചെയ്യുന്നത്, നമ്മൾ അണ്ടർസ്കോർ മെത്തേഡ് എന്നല്ല പാസ് ചെയ്തത്, അതിവിടെ കൊടുക്കുക. അണ്ടർസ്കോർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ക്വറി പാരാംസ് കിട്ടും. അതെടുത്തിട്ട് എന്ത് ചെയ്യണം? അതിൽ കിട്ടുന്ന മെത്തേഡ് ആക്കി HTTP മെത്തേഡ് ആക്കിയിട്ട് മാറ്റണം എന്ന് പറയാണ് നമ്മൾ. അതാണ് ഈ ഒരു മെത്തേഡ് ഓവർറൈഡ് മിഡിൽ വെയറിന്റെ യൂസ്. അതിന്റെ ഡോക്യുമെന്റേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി എക്സ്പെൻസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ എക്സ്പെൻസസ് എന്ന് പറയുന്ന പേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു മെനുവിൽ നമ്മൾ എക്സ്പെൻസസ് ആയിരുന്നു കൊടുത്ത്, അതിലേക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ എക്സ്പെൻസസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് പോയത്? app.jsൽ നമ്മളെ റൗട്ട് എക്സ്പെൻസസ് റൗട്ട് ഉണ്ട്. എക്സ്പെൻസസ് റൗട്ടില് ഗെറ്റ് എക്സ്പെൻസ് ആവുമ്പോൾ ഗെറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, കൺട്രോളർ ഫംഗ്ഷൻ. അവിടുന്ന് റെൻഡർ ചെയ്യുന്നതാണ് ഈ ഒരു സ്ക്രീൻ. അപ്പോൾ എക്സ്പെൻസ് ഇല്ലാത്തപ്പോൾ കണ്ടില്ല, വെറും ടൈറ്റിൽ മാത്രമാണ്, ഇല്ല എന്നൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പഗ് ഫയലിൽ വരാം. ഇൻഡെക്സിലല്ല നമ്മൾ കാണിക്കുന്നത്, ഉണ്ടെങ്കിൽ ലൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ഈച്ച് തുടങ്ങുന്നത് ഇവിടെ, അവിടെ നമ്മൾ if expenses dot length അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു നോക്കുക. എക്സ്പെൻസസ് ഡോട്ട് ലെങ്ത് 0 ആയിരിക്കും. അപ്പൊ നോട്ട് ഈക്വൽ ടു ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0, ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോൾസ് ആവും. അപ്പൊ if ഫോൾസ്, ഇത് ഫോൾസ് ആണെങ്കിൽ എന്താണ് കാണിക്കേണ്ടത്? അതായത് എക്സ്പെൻസിന്റെ ലെങ്ത് ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഒരു TR വേണം, ഒരു റോ വേണം ഫസ്റ്റ്.
ആ ഒരു ടി ആറിന്റെ ലെവലിലാണ്. ടി ആർ ഈ ലെവലിലായിരുന്നു ഉള്ളത്, അതിലിട്ടു. ടി ആറിന്റെ ഉള്ളിൽ TD1 ടാബ് അടിച്ചിട്ട് TD യിൽ നമുക്ക് കോൾ സ്പാൻ എന്ന ആട്രിബ്യൂട്ട് കൊടുക്കണം. അപ്പോ എത്ര കോൾ ഉണ്ട്? 1, 2, 3, 4, 5 5 കോൾ ഉണ്ട് ആട്രിബ്യൂട്ടിന്റെ ഉള്ളില്. എന്നിട്ട് അതിന്റെ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കാം. എന്നിട്ട് TDക്ക് ഒരു ക്ലാസ് കൂടെ കൊടുക്കാം, TD.text സെന്റർ. റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സെൻട്രലായിട്ട് നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്, ഇതിൽ ഡാറ്റ ഇല്ലാത്തപ്പോ. ഇനി ആഡ് ന്യൂ എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഇൻസ്പെക്ട് ടാബ് ഓപ്പൺ ആക്കി വെക്കാം. നെറ്റ്വർക്കില് ഓൾ മാറ്റിയിട്ട് XHR എന്നുള്ള കൊടുത്തിട്ടുണ്ടേനെ. ഇവിടെ നമുക്ക് ടൈറ്റിലൊക്കെ കൊടുക്കാനുള്ള ഫോം ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ടൈറ്റിൽ ഞാൻ ഫുഡ്, ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്ത എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കും. കാറ്റഗറി ഫുഡ് കൊടുത്ത് സെലക്ട് ചെയ്തു. ആഡ് എക്സ്പെൻസ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എറർ വന്നു, കാറ്റഗറി ലെങ്ത് മസ്റ്റ് ബി 6 character long. അപ്പൊ എന്താണ് സംഭവിച്ചത് നോക്കാം. റിസർവ് ലോഗ് കൊടുക്കാം. അപ്പൊ എന്താണ് ഫുഡ് എന്താണ് 1, 2, 3, 4 ക്യാരക്ടറേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ വാലിഡേഷൻ നമ്മൾ ചെയ്തതിൽ കറക്ഷൻ വരുത്തണം. എക്സ്പെൻസ് വാലിഡേറ്റർ കാറ്റഗറി മിനിമം 6, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മളത് ഒഴിവാക്കി. ആഡ് എക്സ്പെൻസ് കൊടുത്തു. ഇനി യൂസർ റിക്വയർഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ പേജിൽ വന്നപ്പോ, എക്സ്പെൻസ് പേജിൽ വന്നപ്പോ ഡാഷ്ബോർഡ് പേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? റീഡയറക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെൻസ് പേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂസർ ലോഗിൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ റീഡയറക്ട് ചെയ്യുന്നില്ല. റീഡയറക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാത്തതുകൊണ്ട് അപ്പൊ യൂസർ അവിടെ കിട്ടുന്നില്ല. അപ്പോ മോംഗോഡിബിയിൽ എറർ അടിക്കുന്നു, യൂസർ റിക്വയർഡ് ആണ് പക്ഷെ യൂസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നള്ളായിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് തൽക്കാലം ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ലോഗൗട്ട് ഇവിടെ കാണുന്നത്. ഇനി ആഡ് എക്സ്പെൻസ് ആഡ് ചെയ്യാം. ആഡ് എക്സ്പെൻസ് ആണ് കൊടുത്തപ്പോൾ എക്സ്പെൻസ് ആഡ് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത ടൈറ്റിൽ ഒന്നു, എമൗണ്ട് ഒന്നു, കാറ്റഗറി, ഡേറ്റ് കാണിച്ചു. ഇന്നത്തെ ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ബട്ടൺസ് അടുത്തടുത്താണ് വെക്കുന്നത്, സ്പേസ് ഇല്ല. അപ്പൊ അതിന്റെ സ്പേസ് ഒന്ന് റെഡിയാക്കാം. BTN സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ക്ലാസ്സിന് സ്റ്റൈൽ എഴുതിയിട്ടില്ല. നമ്മളെ സ്റ്റൈലിൽ വന്നിട്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് അല്ല അത്. മാർജിൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിഫ്രഷ് ചെയ്തപ്പോൾ അത് കറക്റ്റ് ആയി. ഇനി നമുക്ക് എഡിറ്റ് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോ ആ ഫോം വന്നു. അപ്പൊ നോക്കാം, ഇവിടെ എക്സ്പെൻസസ് പാത്ത് നോക്കണം. ആ ID ഉണ്ട് ഇവിടെ വന്നത്, ID ഡൈനാമിക് ആയിട്ട് ഇവിടെ വന്നു. എന്നിട്ട് /edit, അത് ഏത് റൗട്ടിലേക്കാണ് പോയത്? നമ്മൾ എക്സ്പെൻസ് റൗട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പെൻസിലേക്കാണ്, ഈ ഒരു റൗട്ടിലേക്കാണ് പോയത്. എന്നിട്ട് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാം? ഞാൻ നെയിം ചേഞ്ച് ചെയ്യാണ്, എമൗണ്ടും ചേഞ്ച് ചെയ്യാം, അപ്ഡേറ്റ് എക്സ്പെൻസ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പോയത് കാണാം, പുട്ട് റിക്വസ്റ്റ് പോയത്. ഹെഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ആണ്, പക്ഷെ മെത്തേഡ് എന്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്? മെത്തേഡ് കൊറി സ്ട്രിംഗ് അല്ലെങ്കിൽ കൊറി പാരാമീറ്റർ ആയിട്ട് _ മെത്തേഡ് ഈക്വൽ ടു പുട്ട് എന്ന് പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റെസ്പോൺസ് എന്താണെന്ന് 302 ഫൗണ്ട് അങ്ങനെ സാധനം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, എറർ ആയിട്ടൊന്നുമില്ല. നമ്മൾ സ്റ്റാറ്റസ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എക്സ്പെൻസസ് വിളിച്ചു, അതിന്റെ റെസ്പോൺസ് ഒക്കെ അതും കാണും. ഇനി നമ്മൾ എഡിറ്റ് ചെക്ക് ചെയ്തു, ആഡ് വർക്കായി. ആഡിലേക്ക് പോകാനുള്ള, ഫോമിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. വ്യൂ ഓൾ എക്സ്പെൻസിലേക്ക് പോകാൻ അതും വർക്ക് ആവുന്നുണ്ട്. ഓരോന്നും ടെസ്റ്റ് ചെയ്യണം. അതേപോലെ ഒരു എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാറ്റഗറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഏതാണോ അതാണ് സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. ക്യാൻസൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് പോകുന്നുണ്ട്, അതും ടെസ്റ്റ് ചെയ്തു. ഇനി ഡിലീറ്റ് നോക്കാം. ഫസ്റ്റത്തെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഫർമേഷൻ വരുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് എക്സ്പെൻസ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി. എന്നിട്ട് ആ പേജ് റീഫ്രഷ് ചെയ്തു. അപ്പൊ അതിനുള്ള കോഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡിലീറ്റും വർക്കായി. ഇങ്ങനെയാണ് ഒരു ക്രൂഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ക്രൂഡ് ഓപ്പറേഷന്റെ അപ്പുറത്തേക്കുള്ള ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അതായത് ഈ ഒരു ലിസ്റ്റിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വെക്കാം, സെർച്ച് ആൻഡ് ഫിൽറ്റർ. അതായത് ഒരു കാറ്റഗറി വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അല്ലെ ടൈറ്റിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലെ ഡേറ്റ്, ഈ ഡേറ്റിനുള്ള എക്സ്പെൻസ് മാത്രം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആപ്പാണ്. പേജിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ PHP ക്ലാസ്സിൽ പഠിച്ചാണ്, ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഇവിടെ.
കോഡിങ് ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. ഇതിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഒന്ന് സെർച്ചും അതേപോലെ തന്നെ പേജിനേഷനും അതേപോലെ സോർട്ടിങ്ങും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുക. സോർട്ടിങ് ടൈറ്റിലും എമൗണ്ട് കാറ്റഗറിയും ഡേറ്റ് ഒക്കെ വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ പറ്റണം. ഈ 3 ഫംഗ്ഷനാലിറ്റിയും കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന് എക്സ്പ്രസ് ജെഎസിന്റെ ഡോക്യുമെന്റേഷൻ നോക്കാം, ChatGPT നോക്കാം, ഗൂഗിൾ നോക്കാം, യൂട്യൂബ് നോക്കാം. എവിടെ നോക്കിയിട്ടാണെങ്കിലും പഠിച്ചിട്ട് ചെയ്യാം. യൂട്യൂബ് ഒക്കെ നോക്കുമ്പോൾ വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ പഴയ വേർഷനിലാണെങ്കിൽ എറർ ഉണ്ടാവും. അപ്പൊ എറർ എങ്ങനെയാണ് മോങ്കൂസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, മോങ്കൂസിന്റെ ഓരോ കൊറി എങ്ങനെ പാസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. വെയിറ്റ് അസിങ്ക് വെയിറ്റ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അവരുപയോഗിക്കുന്നത് ചിലപ്പോൾ കോൾ ബാക്ക് അപ്രോച്ച് ആയിരിക്കും. അതിന് പകരം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ആ അപ്രോച്ചിലേക്ക് വേണം ചെയ്യണം. അല്ലാതെ നമ്മൾ കാണുന്നത് അപ്പാടെ കോപ്പി അടിക്കരുത്. ആ മെത്തേഡ് എന്താണ് പഠിക്കുക. ഒരു യൂട്യൂബ് കാണുമ്പോൾ ചാനൽ കാണുമ്പോൾ അത് എന്റേതാണെങ്കിലും വേറെ ആരതാണെങ്കിലും അതിൽ മെത്തേഡ് എന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യാം. അല്ലാതെ അതേപോലെ ചെയ്ത് ഈ വീഡിയോ ഞാനിപ്പോ ചെയ്യുന്ന വീഡിയോ തന്നെ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ അപ്രോച്ച് കോഡിങ് മാറിയിട്ടുണ്ടാവും, സ്ട്രക്ചർ മാറിയിട്ടുണ്ടാവും, എക്സ്പ്രസ് ജെഎസിന്റെ അല്ലെ മോങ്കൂസിന്റെ ഒക്കെ. അപ്പൊ ഈ കോഡ് അങ്ങനെ തന്നെ നിങ്ങൾ കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ വർക്കാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിന്റെ ഡോക്യുമെന്റേഷൻ കൂടെ പുതിയ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം. അതേപോലെ ബ്രൗസറിലൊക്കെ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ന്യൂ ക്രോം അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. റീലോഞ്ച് ടു അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിന്റെ അവിടെ അപ്ഡേറ്റ് ഉണ്ടാവും. അവിടെ റീസ്റ്റാർട്ട് ടു അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും അപ്ഡേറ്റ് ആവും.